ഓക്കെ, അപ്പൊ കുട്ടേട്ടൻ എന്തോ ചോദിക്കാനുണ്ട്? കുട്ടേട്ടാ പ്ലീസ്. യെസ് ബോസ്, എനിക്ക് സാജൻ പള്ളുരുത്തിയോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണക്ക് പരീക്ഷയ്ക്ക് 90 മാർക്ക് ലഭിച്ചിട്ടും താങ്കൾ വീട്ടിൽ വന്ന സമയത്ത് താങ്കൾക്ക് പൊതിരെ തല്ല് കിട്ടി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. എന്തിനായിരുന്നു അത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ജീവിതത്തില്? കണക്കൂട്ടലുകളാണ് നമ്മുടെ ജീവിതം. പക്ഷേ കണക്ക് കൂട്ടുന്ന കാര്യത്തിൽ ഈ സൈനേ ഗോസേ ഗോസൊക്കെ കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിന്നാലേ ലസാഗു സാഗു ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ പ്ലസ് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി കൂടി പോകും, മൈനസ് ചെയ്ത് വരുമ്പോൾ കുറച്ചും പിന്നെയും കുറയാനുണ്ട്. ഇഷ്ടം നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും, നമുക്ക് അതിനകത്തൊന്നും കിട്ടില്ല. അപ്പൊ കണക്കിൽ എപ്പോഴും നമ്മൾ വീക്കായതുകൊണ്ട് ഒരു ദിവസം എന്തോ ഭാഗ്യത്തിന് 90 മാർക്ക് കിട്ടി. ഈ 90 മാർക്കും കൊണ്ട് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനും അന്ന് വഴക്ക് പറഞ്ഞ് അമ്മയുടെ തല്ലൊക്കെ കിട്ടി. അപ്പം 90 കിട്ടിയിട്ടും നമ്മൾ തല്ല് മേടിക്കണത് എന്താണെന്ന് അപ്പോൾ എന്നോട് ചോദിച്ചേട്ടാ. ഞാൻ പറഞ്ഞേടാ ഇങ്ങനെ 90 മാർക്ക് കിട്ടിയിട്ടും തല്ല് കിട്ടിയടാന്ന് പറഞ്ഞ് ശരിക്കും എത്രയാണ് കിട്ടിയത്? ഞാൻ പറഞ്ഞു ശരിക്കും 9 കിട്ടിയത്, 0 ഞാൻ ചേർത്തത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അച്ഛൻ ഞാൻ വന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറയണത് ഈ 50 എങ്ങനെയാടാ ഈ 90 കിട്ടണത്? അപ്പൊ നമ്മ ഇട്ടതും പാഴായിപ്പോയി. സ്ഥലം മാറിപ്പോയി. പ്രോഗ്രസ് കാർഡിൽ അമ്പേ പരാജയമായിരുന്നു എന്ന് മനസ്സിലായി. അതെ കണക്കൂട്ടില്ലാത്തൊരു മനുഷ്യൻ അല്ലേ? അല്ല, പരാജയങ്ങൾ എപ്പോഴും നമുക്ക് സംഭവിക്കുമല്ലോ. എന്തെങ്കിലുമൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ ആദ്യം 2 അക്ഷരം കുറഞ്ഞിടില്ല അത് ഡേഷായിടും എന്നൊക്കെ നമ്മളിങ്ങനെ പറയും അല്ലേ? അങ്ങനെ തൈമാവിൽ നിന്നും ആദ്യത്തെ പഴം വീണു, അമ്മ തൻ കണ്ണിൽ നിന്നും ചുടുനീർ പൊഴിയുന്നു എന്ന് ചോദിച്ചു. അമ്മയുടെ കണ്ണിൽ നിന്നും ചുടുനീർ പൊഴിയാൻ കാരണം എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പം അന്നും നമ്മൾ അറിയാതെ പറഞ്ഞ അമ്മയുടെ നെറുകന്തലയിലായിരിക്കും ചിലപ്പോൾ ഈ മാങ്ങ വീണത് എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെയും സന്തോഷം കൊണ്ടും വരാം. ഈ കുസൃതികൾ കാണിക്കുന്ന ഒരു കാലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പഠിക്കുന്ന ഒരു കാലം. ഈ പ്രദീപ്, നിങ്ങൾ രണ്ടുപേരും പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാം ചാലക്കുടിയിലുണ്ടായിരുന്നു. അവിടെ വെച്ച് പ്രദീപിന് ഒരു സംഭവം, അത്യാവശ്യം ഒരു സംഭവം കിട്ടി അല്ലേ? അത് പ്രദീപ് തന്നെ പറയണം, എന്തായിരുന്നു ആ സംഭവം അല്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ട് പക്കിനിട്ട് കുത്തുകൊള്ളുക എന്ന് പറഞ്ഞ കേട്ടോ. വയറ്റത്തിട്ട് കുത്തിയോ? ഇപ്പൊ സംഭവം സാധാരണയിൽ നമ്മളിപ്പോ ഇന്നത്തെ നാട്ടില് ലോട്ടറി വിളിക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ടിക്കറ്റ് എടുക്കുക കുത്തുള്ളൂ. ഇത് അങ്ങനെയല്ല, നല്ല താങ്ങ് താങ്ങി നല്ലൊരു താങ്ങ് കിട്ടി. എന്താ വെച്ചാല് സാജനും ഞാനുമായിട്ടുള്ള ജീവിതത്തില് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമിന് വളരെ കുറച്ചേ പോയിട്ടുള്ളൂ ഞങ്ങൾ ഒരുമിച്ച്. പക്ഷെ കൊച്ചിൻ വോക്ക് എന്ന് പറഞ്ഞ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചാലക്കുടിയിൽ ഒരു പള്ളിയിൽ പ്രോഗ്രാം പിടിച്ചു. അപ്പോൾ അതിന്റെ ഗ്യാപ്പിൽ മിമിക്രി കളിക്കേണ്ടത് സാജനും ഗ്രൂപ്പുമാണ്. അപ്പൊ സാജൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള സമയമാണ്. ഒരുപാട് ട്രൂപ്പുകളുടെ ഡിറക്ഷനും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അതിനിടയ്ക്ക് പ്രോഗ്രാമിന് സമയം കണ്ടെത്തുന്നു. അത് സാജൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പ്രോഗ്രാം തുടങ്ങി പകുതി ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തും, കാരണം ഞങ്ങൾക്കൊരു ആലുവയിലൊരു ചെറിയ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ എത്തിക്കോളും എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു, പ്രോഗ്രാം തുടങ്ങി, ഇന്റർവെല്ലായിട്ട് സാജനെ കാണുന്നില്ല. അവസാനം നമ്മള് റെസ്പോൺസ് ഉണ്ടോ? അല്ല, ആളുകള് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, മിമിക്രി ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് പാടാൻ തുടങ്ങി. ഇന്റർവെല്ലിന്റെ സമയവും കുറച്ചുകൂടി നീട്ടി. ആവനാഴിയിലെ അമ്പുകൾ ഓരോന്ന് എടുത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. പക്ഷേ സാജൻ വരുന്നില്ല. അവസാനം ഇന്റർവെല്ല് മാറ്റി വെച്ചിട്ട് ഞങ്ങള് പരിപാടി കണ്ടിന്യൂ ചെയ്യാണ്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത മിക്കവാറും എല്ലാ പാട്ടുകളും പാടി തീരാറായപ്പോൾ ലാസ്റ്റ് സോങ്ങിന് ഞാൻ അനൗൺസ് ചെയ്തു. ഞാനാണ് അനൗൺസർ. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ മിമിക്രി പ്രോഗ്രാം നടക്കാൻ ചാൻസ് ഇല്ല. സാജൻ്റെയൊക്കെ വണ്ടി ഒരു ചെറിയ അപകടത്തിൽപ്പെടുകയും അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ മിമിക്രി കാർ ഈ സ്ഥലത്ത് എത്തുന്നതല്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ ഇവൻ അപ്പുറത്തെ സ്റ്റേജിൽ നിന്ന് സൈഡിൽ കൂടി ഇത് തുറന്നിട്ട് ഇങ്ങനെ വരികയാണ്. പിന്നെ പുകയിലറിയാലോ ആക്സിഡന്റ് ആയി കിടക്കുന്ന ആളാ അല്ലേ? നമ്മള് വായു പിടിച്ച ആ വായു വിളിച്ചൊക്കെയാണ് ഈ വന്ന് കയറണത്. പക്ഷെ സാജന് അറിയുന്നില്ലല്ലേ? ഇല്ല, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല. ഓടി എത്തിയാ മതിയല്ല. വേദി കയറി ഒരെണ്ണം അവിടെ കളിക്കുന്നു, 2 ഇവിടെ കളിക്കുന്നു, 3ാമത്തെ കളിക്കാനൊക്കെ ഓടുന്ന ഒരു സമയമാണ്. അങ്ങനെ ഓടി നടക്കണേ. അപ്പൊ ഇവര് തുടങ്ങി വെച്ചോ, ഞങ്ങൾ എത്തിക്കോളാം, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഓടാം. അല്ല, ആദ്യമായിട്ട് അനിയൻ മൂലം ചേട്ടന്റെ പള്ളക്കെട്ട് കുത്തി